ദൈവങ്ങൾ തടസ്സപ്പെടുത്തിയ ഒഡീസിയസിന്റെ യാത്ര എന്നാണ് ബ്രാഡ് പിറ്റ് നായകനായ സിനിമയുടെ വേണമെങ്കിൽ സാങ്കല്പികമായ രണ്ടാം ഭാഗമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒഡീസിയസ് തിരിച്ച് പോകാനെടുക്കുന്ന സമയം, തൻ്റെ നാട്ടിലേക്ക് പോകാനെടുക്കുന്ന സമയം 10 വർഷമാണ്. ഇലിയഡ് എന്ന മഹാഗ്രന്ഥത്തിന്റെ രണ്ടാം ഭാഗമാണ് ഒഡീസി എന്ന ഗ്രന്ഥം. ഹലോ, ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന സിനിമയുടെ ട്രെയിലർ ഇതിനകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. നമ്മൾ ആ സിനിമയെ പറ്റി ഇതുവരെ ചർച്ച ചെയ്തില്ല. ആ സിനിമ എന്താണ് അതിൻ്റെ പ്ലോട്ട്? ക്രിസ്റ്റഫർ നോളന്റെ സിനിമാ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഫ്രഷ് സബ്ജക്റ്റാണിത്. കാരണം ഒരു സ്പേസായി ബന്ധപ്പെട്ടതായാലും സമയവുമായി ബന്ധപ്പെട്ടതായാലും ഒരു സൂപ്പർ നാച്ചുറൽ ആയാലും ബാറ്റ്മാൻ പോലുള്ള സിനിമകളായാലും സയൻസ് ഫിക്ഷനുകളായാലും ആ സിനിമയ്ക്കെല്ലാം ഒരു സമയം എന്നൊരു ഘടകം അതിനെ ബാധകമായി വന്നിട്ടുണ്ട്. സമയമല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു റിയലിസം, ഇതെല്ലാം ക്രിസ്റ്റഫർ നോളന്റെ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം മുൻ സിനിമകളെ അപേക്ഷിച്ച് ഇതൊരു മിത്തോളജി അല്ലെങ്കിൽ ഒരു പഴയ യുദ്ധ സിനിമ പോലെ തോന്നിക്കുന്നെങ്കിൽ അതിലെന്ത് ക്രിസ്റ്റഫർ നോളൻ മാജിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പ്ലോട്ടാണോ ഇത് എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഒഡീസി എന്നുള്ളത്. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. ഒഡീസി എന്നാൽ ഒരു വലിയ ഗ്രന്ഥമാണ്. ഒരു ഗ്രീക്ക് മിത്തോളജിയുടെ ഭാഗമായിട്ട് പണ്ട് 8ാം നൂറ്റാണ്ടിൽ ഹോമർ രചിച്ച ഒരു വലിയ ഗ്രന്ഥമാണ്. നമ്മുടെ മഹാഭാരതവും നമ്മുടെ രാമായണമൊക്കെ പോലെ. അതായത് ഗ്രീക്കിൽ പണ്ട് പാടി നടന്നിരുന്ന പാട്ടുകളെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ വലിയൊരു കഥാസമാഹാരമാണ് ഇലിയഡും ഹോമറും. അപ്പോൾ ഇലിയഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇലിയഡ്. ഇലിയഡ് ഒരുപാട് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇലിയഡ് എന്ന മഹാകാവ്യത്തിൻ്റെ ഒരു സിനിമ ആവിഷ്കാരം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. അതാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആവേശത്തോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്ന ട്രോയ് എന്ന സിനിമ. ഇലിയഡ് എന്ന മഹാഗ്രന്ഥത്തിൻ്റെ ഒരു ഗ്രീക്ക് മിത്തോളജിയുടെ സിനിമാവിഷ്കാരമാണ് ട്രോയ്. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നോണം ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ഒഡീസി. അതിൻ്റെ എക്സാക്റ്റ് രണ്ടാം ഭാഗമല്ല, ഇലിയഡ് എന്ന മഹാഗ്രന്ഥത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഒഡീസി എന്ന ഗ്രന്ഥം. അതുകൊണ്ട് ട്രോയ് എന്ന സിനിമയിൽ ബ്രാഡ് പിറ്റ് നായകനായ സിനിമയുടെ വേണമെങ്കിൽ സാങ്കല്പികമായ രണ്ടാം ഭാഗമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നമുക്ക് ഒഡീസി കാണുന്നതിന് മുമ്പ് ട്രോയ് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. കാരണം ട്രോയ് സിനിമയിൽ ഒഡീസിയസിൻ്റെ കഥാപാത്രമുണ്ട്. അതായത് നമ്മുടെ മെയിൻ നായകനായ ബ്രാഡ് പിറ്റ് അവതരിപ്പിച്ച അക്കില്ലസ് എന്ന കഥാപാത്രവുമായുള്ള കോമ്പിനേഷൻ സീനടക്കം ഒഡീസിയസ് എന്ന കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒഡീസിയസിൻ്റെ കഥ പറയുമ്പോൾ ആദ്യം ഇലിയഡിൻ്റെ കഥ അല്ലെങ്കിൽ ട്രോയുടെ കഥ പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അപ്പോൾ ട്രോയുടെ കഥ ചെറുതായി വളരെ ബ്രീഫായി ഞാൻ പറയാം. ഇതിപ്പോൾ ഈ കഥ എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നല്ലേ, ക്രിസ്റ്റഫർ നോളൻ ഇത്തരം ഒരു തീം എന്തിനാണ് എടുക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു ചർച്ചയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇലിയഡിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. സ്പാർട്ടയിലെ രാജകുമാരിയായിരുന്നു ഹെലൻ. ലോകത്തെ അതീവ സുന്ദരിയായി യുവതി എന്ന വിശേഷണം കിട്ടിയ ഒരു യുവതിയായിരുന്നു ഹെലൻ. അതായത് ഗ്രീസിലെ ഒരു രാജകുടുംബത്തിലെ സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന് ഒരു ഭർത്താവുണ്ട്. പക്ഷേ ട്രോയിലെ രാജകുമാരനായ പാരീസ് അവിടെ അതിഥിയായി വരികയും ഹെലനായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. പാരീസിൻ്റെ ചേട്ടനാണ് ഹെക്ടർ. ഹെക്ടറിനെ നിങ്ങൾക്കറിയാൻ പറ്റും. ഈ അക്കില്ലസ് വധിക്കുന്ന ഒരു യോദ്ധാവായിരുന്നു പാരീസിൻ്റെ ചേട്ടൻ. അപ്പോൾ അങ്ങനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഹെലൻ്റെ ഭർത്താവ് അതീവ കോപിഷ്ഠനാവുകയും അവരെല്ലാവരും കൂടെ ഗ്രീസിലെ രാജാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മഹാഭാരതം പോലെ വലിയൊരു സൈന്യത്തെ കൂട്ടിയിട്ട് യുദ്ധത്തിന് പോകുന്നു. ആ രാജാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു വലിയ യോദ്ധാവായ രാജാവായിരുന്നു ഒഡീസിയസ്. ഒഡീസിയസ് വലിയ യോദ്ധാവ് എന്നതിലുപരി അദ്ദേഹം വലിയ ഒരു നയതന്ത്രജ്ഞൻ, വലിയ ബുദ്ധിമാൻ, വളരെ വാക്ചാതുര്യമുള്ള ഒരാൾ. അങ്ങനെ ആ രീതിയിലൊക്കെ വളരെ പ്രശസ്തനായിരുന്നു. ഒരു ചാണക്യനായിരുന്നു ഒഡീസിയസ്, വളരെ ബുദ്ധിജീവി. അങ്ങനെ ഈ അക്കില്ലസിനെ നമ്മുടെ ഈ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ പോലും ഒഡീസിയസിന് പങ്കുണ്ട്. അത്രയ്ക്കും ബുദ്ധിശക്തിയും ഒരു നയതന്ത്ര വൈഭവമുള്ള ഒരാളായിരുന്നു ഒഡീസിയസ്. അങ്ങനെ ഗ്രീസിലെ രാജാക്കന്മാരെല്ലാവരും കൂടി ഹെലനെ വീണ്ടെടുക്കാൻ ട്രോയിലേക്ക് യുദ്ധത്തിന് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഈ യുദ്ധം ജയിക്കുക അത്ര എളുപ്പമല്ലെന്ന് ഗ്രീക്കുകാർ മനസ്സിലാക്കുന്നത്. കാരണം വലിയൊരു കോട്ടയുടെ ഉള്ളിലായിരുന്നു ട്രോയ് എന്ന മഹാനഗരം. ഏകദേശം 10 വർഷത്തോളം നീളുന്ന വലിയ യുദ്ധം. അപ്പോൾ ഇവരായിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം ജയിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഈ ഒഡീസിയസിന് ഒരു ബുദ്ധി തോന്നുകയും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന തരത്തിൽ ഒരു വലിയൊരു മരക്കുതിരയെ ട്രോയിലെ ഒരു ബീച്ചിൽ ഉണ്ടാക്കി വെക്കുകയും ട്രോയിലെ രാജാക്കന്മാർ അതെടുത്ത് കോട്ടയുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നതാണ് സിനിമ. അങ്ങനെ ഒഡീസിയസ് സംഘവും ആ മരക്കുതിരയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയും രാത്രിക്ക് രാമായണം ട്രോയിലിറങ്ങി
അവിടുത്തെ വലിയ കോട്ടയുടെ വാതിൽ തുറക്കുകയും ട്രോയ് നഗരം കീഴടക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ അല്ലെങ്കിൽ ആ നോവലിൻ്റെ ഇതിവൃത്തം. അങ്ങനെ ആ നോവൽ അവിടെ കഴിയുകയും ആ സിനിമ അവിടെ തീരുകയും ചെയ്യും. അങ്ങനെ ട്രോയ് എന്ന നഗരത്തെ കീഴടക്കിയ ഒഡീസിയസും സംഘവും തിരികെ തൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഒഡീസി എന്ന സിനിമയിലൂടെ ക്രിസ്റ്റഫർ നോളൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇലിയഡിലെ യുദ്ധം ഏകദേശം 10 വർഷത്തോളം എടുത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് യുദ്ധമെല്ലാം ജയിച്ച് ഒഡീസിയസും രാജാക്കന്മാരും തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നതാണ് ഒഡീസിയസ് എന്ന സിനിമയുടെ അല്ലെങ്കിൽ ഒഡീസി എന്ന സിനിമയുടെ ഇതിവൃത്തം. ഒഡീസിയസിൻ്റെ ജന്മനാട്ടിലേക്കുള്ള യാത്ര, ഇതാണ് തീം. അപ്പോൾ ഈ തീം ഒരു സാധാരണ തീം അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സിനിമയുടെ എലമെൻറ്റുകളൊക്കെ ഉള്ള ഒരു കഥയെ എങ്ങനെയാണ് നോളൻ സിനിമയാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് നോളൻ്റെ മുൻകാല സിനിമകൾ അപേക്ഷിച്ച് ഒരു സയൻസ് ഫിക്ഷൻ ആയാലും ഒരു ടൈം ബേസ്ഡ് സിനിമകളായാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഒഡീസിയസ് തിരിച്ച് പോകാനെടുക്കുന്ന സമയം, തൻ്റെ നാട്ടിലേക്ക് പോകാനെടുക്കുന്ന സമയം 10 വർഷമാണ്. അതായത് ഒഡീസിയസിൻ്റെ യാത്രയും ഒഡീസിയസ് തൻ്റെ നാട്ടിലേക്ക് പോകാനെടുക്കുന്ന സമയവും അതുവരെ ഒഡീസിയസ് എടുക്കുന്ന സ്ട്രഗിൾ, തൻ്റെ നാട്ടിലേക്ക് പോകാനെടുക്കുന്ന സ്ട്രഗിളിന് കാരണമായി വരുന്ന കാരണങ്ങളാണ് അതിലും രസകരം. ക്രിസ്റ്റഫർ നോളൻ തൊട്ട് നോക്കാത്തൊരു സബ്ജക്റ്റ് കൂടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ദൈവങ്ങൾ ഒഡീസി എന്ന മഹാഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ മിത്തോളജിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവങ്ങൾ തടസ്സപ്പെടുത്തിയ ഒഡീസിയസിൻ്റെ യാത്ര എന്നാണ്. ദൈവം കോപിക്കുന്നതും ദൈവത്തിൻ്റെ കോപമേറ്റ് ഒഡീസിയസിൻ്റെ യാത്ര നീണ്ടുപോകുന്നതും അതിനിടയിൽ പലതരം മോൺസ്റ്ററുകൾ വരുന്നതും ഡാർക്ക് മാജിക്കുകളും അങ്ങനെ നീളുന്ന ഒരു മിത്തോളജിയിൽ രാമായണവും മഹാഭാരതവും പോലെ ഒരു പ്യുവർ മിത്തോളജിയുടെ ഭാഗമായിട്ടുള്ള ഈ കഥ എങ്ങനെ ക്രിസ്റ്റഫർ നോളൻ ആവിഷ്കരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ ഈ അമൽ നീരദോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വലിയ സംവിധായകൻ, പ്രത്യേക രീതിയിൽ സിനിമ എടുക്കുന്ന സംവിധായകൻ ഒരു ദൈവികമായൊരു സിനിമ എടുത്താൽ എങ്ങനെയിരിക്കും? അവരുടേതായ രീതിയിൽ അവർ ചിത്രീകരിക്കാൻ ശ്രമിക്കും പൂർണ്ണമായും. അത് ട്രോയ് സിനിമകൾ ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോമ്പിനേഷനുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും, ഇലിയഡ് എന്ന ഗ്രന്ഥത്തിൽ വരുന്നുണ്ടെങ്കിലും അത് പക്ക ഒരു പ്യൂർ ഒരു സിനിമയാക്കി, ഒരു റിയലിസ്റ്റിക് സിനിമയാക്കി കാണിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇതിലും ഒഡീസിയസിലും കാണിക്കുന്നത്. പക്ഷേ ഒഡീസിയസിലെ ചില സീനുകളിൽ ഒരു വലിയ മോൺസ്റ്ററുകളും ഒരു ദൈവത്തെ പോലെയുള്ളൊരു ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഒരു ഭാഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ക്രിസ്റ്റഫർ നോളൻ പ്രത്യേകിച്ച് നമുക്കറിയാം ബാറ്റ്മാൻ പോലുള്ള സിനിമകളിലും ഒരു വില്ലനിലായാലും അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു നായകനിലായാലും ഒരു ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായ സഹജമായ എല്ലാ ഫീലിങ്ങുകളും ഉള്ള ആളുകളെ പോലെ ആയിരിക്കും നോളൻ സിനിമയിൽ ആവിഷ്കരിക്കുക. അതുപോലെ തന്നെ ഈ സിനിമയിലും വളരെയധികം ഇമോഷൻസും യാത്രയും കാത്തിരിപ്പും സഹനവും, പ്രത്യേകിച്ച് ഒഡീസിയുടെ ഭാര്യയായുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ അവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ വളരെ വലിയ സീനുകൾ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ക്രിസ്റ്റഫർ നോളന്റെ മാജിക്കിനെ കാത്തിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമ്മൾ നോക്കി കാണേണ്ടതെന്ന് പറഞ്ഞാൽ 2.1 മില്യൺ ഫീറ്റ് അടി ഫിലിമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതും ചിത്രീകരിച്ചിരിക്കുന്ന ഐമാക്സ് ക്യാമറയിലാണ്. അത് തന്നെ വളരെ വലിയ ഈ കാത്തിരിപ്പിന് മാറ്റുകൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചാൽ വളരെ റിയലിസ്റ്റിക്കായി, വളരെ മിനിമൽ CGI, വളരെ മിനിമൽ VFXിൽ ചിത്രീകരിക്കുന്ന സിനിമകളാണ്. ഇത് തന്നെ മൊറോക്കോ, ഐസ്ലൻഡ്, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചിത്രീകരിച്ച സിനിമയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ചെലവേറിയതും എത്രത്തോളം ബുദ്ധിമുട്ടേറിയതുമായ സിനിമയാണെന്ന് നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഫിലിമിൻ്റെ നീളം ഒരു കിലോമീറ്ററിൽ കൂട്ടിയാൽ ഏകദേശം 675 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫിലിം ഉപയോഗിച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പറയുമ്പോഴാണ് ഈ സിനിമയ്ക്ക് പിന്നിലെ കഷ്ടപ്പാടും അധ്വാനവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്നാലും ഇത് ദൈവങ്ങളുടെയും മോൺസ്റ്ററുകളുടെയും ഒക്കെ ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകൻ എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ പോകുന്നത്, ആ ഒരു നിലയ്ക്ക് തന്നെയായിരിക്കും ഈ സിനിമ അറിയപ്പെടുക. അപ്പോൾ ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞത് ഇത്തരമൊരു സിനിമയാണ് ക്രിസ്റ്റഫർ നോളൻ ചെയ്യാൻ പോകുന്നതെന്നാണ്. ഒഡീസിയുടെ കഥയും എനിക്കറിയാം, പക്ഷേ ഞാനത് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. നമ്മളത് കണ്ടു തന്നെ അറിയണം. ഒരു ആദ്യ ഭാഗം എന്നോണം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രോയ് എന്ന സിനിമ കണ്ടു നോക്കുക. ആ ഗ്രന്ഥം അതേപടി പകർത്തിയിരിക്കുന്ന ഒരു സിനിമയല്ല ട്രോയ്. ഒരുപാട് വ്യത്യസ്തതകളും വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീസിയിലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. ക്രിസ്റ്റഫർ നോളൻ്റെ ഈ ഒരു മാജിക്കിനായി നമുക്കും കാത്തിരിക്കാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.